സിദ്ധാർത്ഥന്റെ കുടുംബാംഗങ്ങളെ കണ്ട് പ്രാർത്ഥിക്കാനും അവർക്ക് ആത്മധൈര്യം പകരാനും വേണ്ടിയുള്ള ഒരു സന്ദർശനം മാത്രമാണ്. ഇന്നലെ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം നടത്തിയ സമരത്തിൻ്റെ ഒടുവിൽ ഉപവാസം അവസാനിപ്പിക്കുന്നതിനും പങ്കെടുത്തിരുന്നതാണ്. തീർത്തും അവരുടെയൊക്കെ തന്നെ ഭാഷയിൽ പറയുന്ന വളരെ നികൃഷ്ടമായ പൈശാചികമായ ഒരവസ്ഥ വിദ്യാർത്ഥി രാഷ്ട്രീയ മേഖലയിൽ എത്രയോ വർഷമായിട്ട് നമ്മളിത് കാണുന്നു അല്ലേ. ഓടിച്ചിട്ടെറിയുന്നു, ആറ്റിൽ ചാടിയതിന് ശേഷം എറിഞ്ഞു കൊല്ലുന്നു. സൗഹൃദം വളർത്തേണ്ട ഒരു പ്രായമാണ്, സ്നേഹം പാകി വളർത്തേണ്ട പ്രായമാണ്. വിശ്വസിക്കാനും ബുദ്ധിമുട്ടാണ്. സത്യാവസ്ഥ ഉറപ്പായിട്ടും കണ്ടെത്തണം, അതിക്രൂരമായി ശിക്ഷിക്കപ്പെടണം എന്ന് മാത്രമേ പറയാനൊക്കൂ. അവരുടെയൊക്കെ അച്ഛനമ്മമാരെ ഓർത്തും ദുഃഖിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. ആ അച്ഛനമ്മമാരെന്ത് തെറ്റ് ചെയ്തിട്ടാണല്ലേ. എല്ലായിടത്തും പോയി പറയുന്നത് ഇനി ഒരു കുഞ്ഞിന് സംഭവിക്കരുത്, ഒരു കുടുംബത്തിനും ഇങ്ങനെ ഒരു വേദന അനുഭവിക്കേണ്ടി വരരുതെന്ന് നമ്മൾ എല്ലായിടത്തുനിന്നും കേൾക്കുന്നതുമാണ്, നമ്മളും പോയി പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ്. അതിന് രാഷ്ട്രീയ വ്യത്യാസമോ മറ്റ് ഒരു മതിൽക്കെട്ടുകളും കണ്ടിട്ടില്ല. പക്ഷെ എന്നിട്ടും പിന്നെയും സംസാരിക്കുന്നുണ്ടെങ്കിൽ വലിയ ചോദ്യങ്ങളും ശോഷണങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്താൻ രാഷ്ട്രീയ DNA മാറ്റിവെച്ചുകൊണ്ട് ഭരണകർത്താക്കളെല്ലാം ഇതിനകത്ത് ആഘാതമേറ്റത് ആ കുടുംബത്തിന് മാത്രമല്ല, മക്കളുള്ള അധ്യയനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മക്കളുള്ള എല്ലാ അച്ഛനമ്മമാരെയുമാണ് വേദനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഉറപ്പവർക്ക് കൊടുക്കണമെങ്കിൽ ഈ ഒരവസ്ഥയ്ക്ക് തീർപ്പ് കൽപ്പിക്കണം. ഈ മനോഭാവം, ഈ ഒരു അന്തരീക്ഷം ഒന്ന് മുളയ്ക്കാൻ പോലും, അതിനുള്ള വിത്ത് പാകപ്പെടാൻ പോലും പാടില്ല എന്ന് പറയുന്ന അവസ്ഥ ഉറപ്പ് കൊടുത്തില്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഒരു തിരിച്ചടി ശക്തമായിരിക്കും. അതിന് ഒരു രാഷ്ട്രീയത്തിൻ്റെയും പിന്തുണ അവർക്ക് ആവശ്യമില്ല. സമൂഹത്തിൻ്റെ മനസ്സെന്ന് പറയുന്ന എല്ലാ വിഷയങ്ങളിലും ഫെർമെൻറ്റിങ് പ്രോസസ്സിലാണ്. ആ ഒരു ഫെർമെൻറ്റേഷൻ വലിയ സ്ഫോടനാത്മകമായ തിരിച്ചടി ഇതിനെ പിന്തുണയ്ക്കുന്നവർക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. അതിൻ്റെ കൂടെ ഒരു പൗരനെന്ന നിലയ്ക്ക് ഉറപ്പായിട്ടും നിൽക്കും. ഉണ്ടാകുന്ന ഒരു സംഭവത്തിന്റെ തുടർച്ചയാണ് ഇപ്പോഴും ഉണ്ടായിരിക്കും. ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കുക എന്നുള്ളത് സമൂഹത്തിന്റെ ഒരു ആവശ്യം കൂടെ. നിലവിലുള്ള അന്വേഷണത്തിൽ ഒട്ടനവധി പോരായ്മകൾ പറയുന്നുണ്ട്. മാത്രമല്ല CPM ലോക്കൽ ആൾക്കാർ തൊട്ട് MLA ആയിട്ടുള്ള ആൾക്കാർ വരെ നേരിട്ട് ഇടപെടുന്നു എന്നാണ് പറയുന്നത്. ഒരു സംസ്ഥാനത്തിന്റെ ഒരു ഏജൻസിയുടെ അന്വേഷണം കൊണ്ട് ഈ സത്യാവസ്ഥ പുറത്തു വരുമെന്ന് കരുതുന്നു. നമ്മളിങ്ങനെയുള്ള ഇപ്പോൾ വന്ദന കേസിലായാലും വ്യക്തമായിട്ട് എല്ലാവരും കണ്ടതാണ്, പോലീസുകാരും കണ്ടതാണ് ആരാണ് ഈ കൃത്യം ചെയ്തതെന്ന്. ഈ 51 വെട്ടിൻ്റെ കാര്യത്തിലായാലും എല്ലാവർക്കും അറിയാം ഇതാരാ ചെയ്തതാണ്. ചെയ്യാത്തവരും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അവരുടെ എല്ലാം കുടുംബങ്ങളുടെ അവസ്ഥയും നമ്മുടെ ഹൃദയം നനയിപ്പിക്കണം. അവർ പറയുന്നത് വെറും നുണയാണെന്ന് നമുക്കങ്ങ് തള്ളിക്കളയാനൊക്കത്തില്ല. ഇതിനെല്ലാം ഒരു സത്യമുണ്ട്, കോൺസ്പിറേറ്റേഴ്സ് അവിടെ. അപ്പം അങ്ങനെ രാഷ്ട്രീയ ലാഞ്ചനയുടെ പുറത്ത് ഇതിനെ പിന്തുണയ്ക്കാനും തെളിവ് നശിപ്പിക്കാനും പ്രതികൾക്ക് കുടപിടിക്കാനും ഇറക്കുന്ന ഒരു സമൂഹമുണ്ടെങ്കിൽ അവരാണ് ഇതിൻ്റെ കോൺസ്പിറേറ്റേഴ്സ്.
അപ്പൊ ഇതൊക്കെ ആരാണ് ചോദ്യം ചെയ്യും? രാജാവ് കള്ളനല്ല എന്ന് ആദ്യം നമുക്ക് വിശ്വാസം വരണ്ട. അപ്പോൾ ഒരു പ്രതി രാജാവിനെ നമ്മൾ കാണണം. ഞാൻ പറയും, ഇത് കാലതാമസം കൂടാതെ ജുഡീഷ്യൽ അന്വേഷണം ഇപ്പം ഗവർണർ ഉത്തരവിട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇത് ഒരു എക്സ്റ്റേണൽ ഏജൻസി, CBI പോലെ ഒരു സംഘം ഉറപ്പായിട്ടും. സമീപഭാവിയിൽ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിൽ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് നേരത്തെ കൊണ്ട് ആവശ്യപ്പെടുകയുള്ളൂ. അല്ല, അതിപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് വരണമെന്നില്ല, നമുക്കെപ്പോൾ വേണമെങ്കിലും വിളിക്കാവുന്ന. പക്ഷെ അവിടെ അല്ലല്ലോ ഇരിക്കുന്നത്. ഇവിടെ ഹൈക്കോടതിയിൽ നിന്ന് കനിവുണ്ടാവണം. അല്ലെങ്കിൽ സ്റ്റേറ്റ് സർക്കാർ. അതെ, അത് ഹൈക്കോടതി വഴിയാണ്. സ്റ്റേറ്റ് സർക്കാർ അവിടെ സമ്മതിക്കണം. വിളിക്കാനും മറയ്ക്കാനും രക്ഷിക്കാനും ഒന്നും ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ആവശ്യപ്പെടുന്നതിന് മുമ്പ് സർക്കാർ അത് കോടതിയിൽ സമ്മതിക്കും. ഞാൻ ആ VCയുടെ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുന്ന ആ ഒരു പോർഷൻ കണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് അയാളെയാണ്. ഡീനിനെ ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല. പക്ഷെ എങ്കിലും സിദ്ധാർത്ഥൻ്റെ അച്ഛനും കുടുംബക്കാരും ഒക്കെ എല്ലാ അവസ്ഥയിലും ആ ഡീനിനെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്ത ആൾക്കാരാണ്. അവർ പകർന്ന് തന്ന അറിവിൽ നിന്ന് ക്രിമിനൽസൊക്കെയാണ് ഇപ്പോൾ ഡീനും VC ഒക്കെ ആവുന്നത് എന്ന് മാത്രമേ ചോദിക്കാനൊക്കെ. സംശയമാണ്, അതുമൊക്കെ തെളിയിക്കപ്പെടണം. തൃശ്ശൂരിലേക്ക് തന്നെയാണോ? അല്ലല്ല, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകണം, നാളെ പഴവങ്ങാടി പോകണം, ശാസ്തമംഗലം മഹാദേവരെ കാണണം. ഇന്ന് പോയില്ല, നാളെ പോകും. നാളെ കുറച്ച് ജോലി നേരത്തെ പറഞ്ഞു പോയതെല്ലാം ഇന്ന് വെച്ചിട്ടുണ്ട്. സ്ക്രിപ്റ്റും വായിക്കണം, അത് കഴിഞ്ഞിട്ട്.